മക്കളെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സാറിനെ ഒന്ന് ശ്രദ്ധിക്കണം. സി ഇൻ ദ ഫിഗർ ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി, അതായത് ബി ഡിയും സി ഡിയും ഈക്വലാണ്. നമുക്ക് വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ബി ഡി സി? ബി ഡി ഈക്വൽ ടു സി ഡി, ആംഗിൾ ബി ഡി സി ഡി ബി സി എന്ന് പറയുന്നത് 25 ആണ്. നമ്മോട് ചോദിച്ചത് ബി ഡി സി ആണ്. പെട്ടെന്നൊന്ന് പറഞ്ഞേ, ബി ഡി സി ഒന്ന് പറഞ്ഞേ. ഈ രണ്ട് സൈഡും തുല്യമായതുകൊണ്ട് രണ്ട് ആംഗിളും, ഈ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിളും തുല്യമായിരിക്കും. അപ്പം ഇത് രണ്ടും 25 ആയിരിക്കും. അപ്പം 25 25 50 അങ്ങോട്ട് പോയി. പിന്നെ എത്രയുണ്ട്? 180 50 പോയാൽ 130. ടോട്ടൽ ട്രയാങ്കിൾ 130 180 വരണം. അതിനകത്തുനിന്ന് 25 25 50 പോയി കഴിഞ്ഞാൽ ബാക്കി 130. ആൻസർ കിട്ടി. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ബി എ സി, അല്ലെങ്കിൽ ആംഗിൾ ബി എ സിയുടെ അളവ് എന്താണ്? ബി എ സി സംശയമേ ഇല്ല, എ ബി ഡി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണ്. ഇവിടെ 130 വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ 50 വരും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ടോട്ടൽ ചെയ്യുമ്പോൾ 180 വരണം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ആംഗിൾ ഇ ബി സി, ആംഗിൾ ഇ ബി സിയുടെ അളവ് എത്ര? ഇ ബി സി എന്ന് പറയുന്ന ആരാ? ഇതാ ഇ ബി സി, ഈ കാണുന്നയാളാ ഇ ബി സി. കണ്ടോ, ഇതാണ് ഇ ബി സി. നമുക്ക് എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് ഇ ബി സി കാണാവുന്നത്? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് ആലോചിക്കണം. നമ്മൾ ഇത്രയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, കോൺസെപ്റ്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല. ഇ ബി സി നമുക്ക് ഇത് നോക്കുമ്പോൾ അറിയാം, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ആംഗിളും കൂടി കിട്ടാമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. കാരണം ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പം നമുക്ക് ഇതും കൂടി കിട്ടിയാൽ മതി. ഈ ബി ഇ സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാർ ഒരു ഹിൻഡ് തരാം. ഒരൊറ്റ ആർക്കിൽ നിന്നും ഇവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിലൊരു ആംഗിൾ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. ബി ഡി സി എന്ന് പറയുന്ന ഈ ആർക്കിൽ നിന്നുമാണ് ആംഗിൾ എയും ആംഗിൾ ഇയും ഫോം ചെയ്തിരിക്കുന്നത്. ബി ഡി സിയിൽ നിന്നുമാണ് ആംഗിൾ ബി എ സിയും ആംഗിൾ ബി ഇ സിയും ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ സെയിം ആർക്ക് ഈസ് ഈക്വൽ. ആർക്സ് ആർ ഈക്വൽ. അതായത് ഒരേ ആർക്ക് കൊണ്ട് സബ്റ്റൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ സർക്കിൾ തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതും 50 ആയിരിക്കും. അപ്പം നമുക്ക് 90ഉം 50ഉം എത്രയാണ്? 140. അപ്പോൾ ടോട്ടൽ 180 വരണമെങ്കിൽ ഈ ആംഗിള്, അല്ലെങ്കിൽ ഇ ബി സി എന്ന് പറയുന്ന ആംഗിള് 40 വരണം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, കാരണം എക്സാമിനേഷന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് മക്കളിലേക്ക് വരും. സാറ് ഓരോ ചാപ്റ്ററിലെയും ലിമിറ്റഡ് വീഡിയോസാണ് എടുക്കുന്നത്. സാറിൻ്റെ ആ വീഡിയോസിനകത്ത് കോൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ ഭംഗിയായിട്ട് പഠിച്ചാൽ മക്കൾക്ക് എക്സാമിനേഷൻ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ എല്ലാ വീഡിയോയും മക്കൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ സാറിനെ ഒന്ന് എഴുതി അറിയിക്കണം.